നാളെ ഹരിവരാസനം പുരസ്കാരം നൽകിയാണ്. അപ്പൊ ഇത്തവണ ഹരിവരാസനം പുരസ്കാരം ആരാണ്? ആ നാദസ്വര വിദ്വാൻ അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ശബരിമല സന്നിധാനത്ത് നിന്നുള്ള ഈ പുരസ്കാരത്തെ അങ്ങ് ഏറ്റുവാങ്ങുന്നത്? ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ തിരുവിഴ ജയശങ്കർക്ക് ഒരു പുരസ്കാരം കിട്ടുമെന്ന് പറഞ്ഞാൽ എത്രയോ പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അങ്ങനെ വിചാരിക്കുക. അവസ്ഥ പറഞ്ഞാൽ സന്നിധാനത്ത് വന്ന് എപ്പോഴെങ്കിലും നാദസ്വരം വായിച്ചിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം. ഒരുപാട് പിന്നെ ഇപ്പം വന്നിട്ട് ഒരു 30 വർഷമായി. അതിന് മുമ്പ് ഒരു 4-5 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റേജ് ഇവിടെ ആയിരുന്നു. പിന്നെ വായിച്ചിട്ടുണ്ട്. ഇവിടെ 4-5 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഈ പാവനാശ ശിവന്റെ ഒരു കീർത്തനമുണ്ട്. അപ്പനവതരുത്ത കഥാമൃതം, അയ്യപ്പനവതരുത്ത കഥാമൃതം. പിന്നെ 30 വനങ്ങളെ വാഴ്ത്തും. പിന്നെ ഇതില്ലേ അങ്ങനെ വരും. പിന്നെ മോഹിനി വഴി കൊണ്ട് മലർക്കണ്ണൻ അഴകിൽ അങ്ങനെ മയങ്ങി പോയ മുക്കണ്ണൻ അങ്ങനെയൊക്കെ നല്ല ഒരു ചെറിയ കീർത്തനമുണ്ടെങ്കിലും വളരെ നല്ല അർത്ഥവത്തായ നല്ലൊരു കീർത്തനം. അതാ ഞാൻ പതിവായിട്ട് ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഇതായിട്ട് വായിക്കും. അവർക്കൊക്കെ പിന്നെ അവരത് മനസ്സിലാക്കി വായിക്കാൻ തുടങ്ങിയത്. മഹാപ്രഭുവാണ് അയ്യപ്പസ്വാമി. സംഗീതത്തിന്റെ കൂടി മഹാപ്രഭുവാണ്. ആ മഹാപ്രഭു തരുന്ന പുരസ്കാരമാണ് ഈ ഹരിവരാസനത്തിൽ കൂടെ. ഇതിനു മുമ്പ് പല പുരസ്കാരം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സംഗീത അക്കാദമി, ഇപ്പൊ ഈയിടെ അതിനു മുമ്പ് ബോംബെയിലെ ഷഡ്മുഖാനന്ദ സഭയുടെ വലിയൊരു പുരസ്കാരം, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ശരി. പക്ഷെ ഇതിന്റെ അപ്പുറം വേറെ വല്ലതും ഉണ്ട്? വേറെ ഒന്നുമില്ല. അയ്യപ്പന് അത്രേ ഉള്ളൂ. അയ്യപ്പന്റെ എന്നെ ശരിക്കും അനുഗ്രഹിച്ചിരിക്കുക, വേറെ ഒന്നുമല്ല. ഭഗവാന്റെ എന്തെങ്കിലും സ്വാധീനം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അയ്യപ്പസ്വാമിയുടെ? എങ്ങനെ ജീവിതത്തിൽ ഇപ്പൊ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട അയ്യപ്പസ്വാമിയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്? വേറെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ദിവസം എൻ്റെ പൂജാമുറിയിൽ അയ്യപ്പൻ്റെ വെച്ചിട്ട് മറ്റേ അത് എല്ലാം പൂജ ചെയ്യുന്നുണ്ട്. പരമശിവന്റെ, മഹാവിഷ്ണു, അയ്യപ്പസ്വാമിയുടെ എല്ലാം എൻ്റെ പൂജാമുറിയിലുണ്ട്. ദിവസം കുടി കഴിഞ്ഞ് അവിടെ പോയി ഇവരെല്ലാം തൊഴുതിട്ടാണ് ഞാൻ അവിടെ പോയി ഞാൻ ദാസർ പ്രാക്ടീസ് ചെയ്യുന്നത് മുഴുവൻ. അപ്പം അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ സ്വാമി വിടുവോ? അങ്ങനെ ഹരിവരാസനം കിട്ടി എനിക്ക് എന്നെ അനുകരിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ചിരിയിലും ആ സംസാരത്തിലും ഉണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. നാദസ്വരം കൊണ്ട് വിസ്മയം തീർത്ത ഒരു മഹാപ്രതിഭയാണ്. ആ പ്രതിഭയ്ക്ക് അയ്യപ്പസ്വാമി നൽകുന്ന ഒരു സമ്മാനം എന്ന് കൂടിയാണിത്. ഒരുപാട് മഹാപ്രതിഭകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വാങ്ങിപ്പോയതാണ്. ഈ സന്നിധിയിൽ അത് ഹരിവരാസനം പുരസ്കാരം ആദ്യം ലഭിക്കുന്നത് യേശുദാസിനല്ലേ? അപ്പോ ഈ സന്നിധിയിൽ അദ്ദേഹം എത്രത്തോളം നാദസ്വരം വായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 4 തവണ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊന്ന് ഒരു വാദ്യ കലാകാരന് ആദ്യമായിട്ടായിരിക്കും ഈ ഹരിവരാസനം പുരസ്കാരം കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാവുന്നില്ല, അത് നോക്കണം. ഏതായാലും അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം, സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതുപോലെ നാളെയാണ് ചടങ്ങ് നടക്കുന്നത്. നാളെ രാവിലെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ആണ് ചടങ്ങ് നടക്കുന്നത്. നമുക്ക് ആ സമയത്ത് അതിന്റെ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.